ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു എൻ്റെ ഒരു ദുഃഖവെള്ളി ഡേ ഇൻ മൈ ലൈഫ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. സോ രാവിലെ തന്നെ എനിക്ക് റെഡിയായി നമ്മൾ ചാച്ചൻ്റെ കാറിൽ പള്ളി പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പള്ളി, ലിറ്റിൽ ഫ്ലവർ പൂമല ചർച്ച്. അപ്പോൾ രാവിലെ പള്ളിയിൽ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് സെം BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് ഈ മാസം അവസാനം സെമ്മുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 4 വിഷയം വരുന്നുണ്ട്: അനാട്ടമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി. അപ്പോൾ ഞങ്ങളുടെ സോഷ്യോളജി സൈക്കോളജി റിവിഷൻ കഴിഞ്ഞു. ഇപ്പോൾ അനാട്ടമി റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞ് വരുമ്പോഴേക്കും 4 പാഠം പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, യൂണിറ്റ് ടെസ്റ്റ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി സമയം കളഞ്ഞില്ല, വന്നതേ പഠിക്കായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞാനിരുന്ന് പഠിച്ചു. ഞാൻ കൂടുതലും എഴുതി പഠിക്കുക ചെയ്യുക. അമ്മ ചെറുപ്പത്തിലേ അങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ എഴുതി പഠിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ലോണം ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന്. ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമായിട്ട് ജീവിതത്തിൽ ചെയ്ത ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. ലാസ്റ്റ് ടൈമായിട്ട് ചെയ്ത ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. ഞാൻ ഇതൊരു എക്സിബിഷന് വേണ്ടിയിട്ട് അവൾക്ക് ചെയ്ത് കൊടുത്തതാണ്. ഫസ്റ്റ് ടൈം ആണെങ്കിലും അതിന് ഞങ്ങൾക്ക് 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ അനിയത്തിയുടെ കലാവിരുതാണ്. വെള്ളവും ഷെല്ലും പ്ലാസ്റ്റിക് പൂവും മെഴുകുതിരിയൊക്കെ വെച്ചത് ചെയ്ത അവൾ. നല്ല രസമുണ്ട് അത് കാണാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ തറവാട്ടിൽ പോയിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഇവളെ ഞാൻ കണ്ടത്. ഇവളെൻ്റെ പെറ്റാണ്, പേര് ചിന്നു. ഇവൾക്കിപ്പോൾ ഒരു 3-4 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഇവളെ ഞാൻ എൻ്റെ +1 പഠിക്കുമ്പോൾ കൊണ്ടുവന്നതാണ്. ഞങ്ങൾക്ക് പണ്ടൊരു പട്ടി ഉണ്ടായിരുന്നു, അപ്പു. അപ്പോൾ അതിനെ അങ്ങോട്ട് പാമ്പ് കടിച്ച് അത് മരിച്ചപ്പോൾ പിന്നെ ഞാൻ ഇവളെ പൊക്കി കൊണ്ടുവന്നു. നല്ല രസമല്ലേ അവളെ കാണാൻ. കണ്ണൊന്നും എഴുതിയതല്ല കേട്ടോ, അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണ് എഴുതിയതൊന്നുമല്ല, അതൊക്കെ ജന്മന അങ്ങനെയുണ്ട്. പിന്നെ പൊട്ട് ഞങ്ങൾ കുത്തിയതാണ്. ഇതാണ് തറവാട്ടിക്ക് പോണ വഴി. കുറച്ച് ദൂരമുള്ളൂ. ഇതാണ് എൻ്റെ തറവാട്. ഞാൻ ചെന്നപ്പോൾ അമ്മച്ചിയും കൂടി ഇരുന്ന് സീരിയൽ കാണുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ ശല്യപ്പെടുത്തണ്ട, നമുക്ക് ബാൽക്കണി പോയിരുന്ന് പഠിക്കാമെന്ന്. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ബാൽക്കണിയിലിരുന്ന് പഠിച്ച് പിന്നെ അവരുടെ സീരിയലൊക്കെ കണ്ട് കഴിഞ്ഞ് ഒക്കെ ഓഫാക്കിയപ്പോൾ ഞാൻ ഹാളിൽ പോയിരുന്നു പഠിക്കുന്നതാണ് ശരിക്കും രസം. അങ്ങനെ ഹാളിൽ വന്നിരിക്കുമ്പോഴാണ് ഞാൻ മര്യാദയ്ക്കൊന്ന് പഠിക്കാൻ തുടങ്ങിയത്. ഹാളിരുന്നിട്ട് അത്യാവശ്യത്തിന് കുറച്ച് നേരം ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. സെൻസ് ഓർഗൻസ് ആണ് ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത്. പക്ഷേ അതൊരു രക്ഷയില്ല. ഫസ്റ്റ് ടൈം ആണ് അത് നോക്കുന്നത്. അപ്പോൾ അതെനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ നേരത്തെ പഠിച്ച ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പഠിക്കാൻ തുടങ്ങി. അതാകുമ്പോൾ പഠിച്ച പാഠങ്ങളെങ്കിലും മര്യാദയ്ക്കൊന്ന് റിവിഷൻ കഴിയുമെന്ന് വെച്ചു. എക്സാമിന് പിന്നെ വേറെ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതെങ്കിലും പോയിട്ട് മര്യാദയ്ക്ക് എഴുതണമെന്ന് ഉണ്ടായിരുന്നു. അതും എഴുതിയില്ലെങ്കിൽ വീണ്ടും റീടെസ്റ്റ് വയ്ക്കും. അപ്പോൾ വീണ്ടും റീടെസ്റ്റ് ചെയ്തതിനെക്കാട്ടും ഭേദം എന്തെങ്കിലും മര്യാദയ്ക്ക് അതിൽ എഴുതി കഴിഞ്ഞാൽ പാസ്സെങ്കിലും ആവുമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ച് ഞാൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അപ്പച്ചി നേരപ്പത്തേക്ക് പോയേക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അപ്പച്ചി തിരിച്ചു വന്നു. ഞാൻ ആ ഹായ് കൊടുത്തത് അപ്പച്ചിക്കാണ്. അപ്പച്ചി അവിടെ നിന്നേ ഹായ് കാണിച്ച് വരുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഞാൻ ഫുഡ് കഴിച്ചോന്ന്. അപ്പോൾ ഫുഡ് കഴിച്ചു എന്നുള്ള ആംഗ്യ ഭാഷയാണ് അത്. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട അനിയത്തി എവിടെയെന്ന്. അപ്പം ഞാൻ പറയുന്നുണ്ട് അനിയത്തി താഴെ ഉണ്ടെന്ന്. പിന്നെ അപ്പച്ചി വന്ന് ഉള്ള സ്നേഹപ്രകടനമായിരുന്നു മൊത്തം. ഞാനാണ് വീട്ടിലെ മൂത്ത പേരക്കുട്ടി. അപ്പോൾ അതിൻ്റെ എല്ലാവിധ സ്നേഹങ്ങളും അവനെനിക്ക് തരുന്നുണ്ട്. അപ്പുറത്തെ അമ്മച്ചി എന്നിട്ട് നോക്കി ചിരിക്കുന്നുണ്ട്. അതാണ് ഞാനും അപ്പച്ചിയും കൂടി നോക്കി ചിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കൊച്ചു വാഗ്ദാനങ്ങളായി. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് അപ്പച്ചി പെട്ടെന്ന് ഫോൺ വെച്ചേക്കണ കണ്ടത്, ക്യാമറ. അപ്പോൾ അപ്പച്ചി അതിലേക്ക് നോക്കിയിട്ട് ഹായൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ വിളിച്ച് പറഞ്ഞത് അരിപ്പൊടി പൊടിപ്പിക്കാൻ പോകണമെന്ന്. അപ്പോൾ ഞാൻ തന്നെ വേഗം തന്നെ പോയിട്ട് അരിപ്പൊടി പൊടിപ്പിക്കാൻ പോകാൻ റെഡിയായി. പണ്ട് ഞാനിങ്ങനെ കിടന്ന് കെഞ്ചുമായിരുന്നു, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ പോയി പൊടിപ്പിച്ചിട്ട് വരാം എന്നൊക്കെ. ലൈസൻസ് കിട്ടണേക്കാട്ടും മുമ്പ് അന്നൊന്നും എന്നെ വിടൂലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ലൈസൻസ് കിട്ടിയ പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ആദ്യം എൻ്റെ പേര് അവിടെ വിടുക. അവൾ പോയി ചെയ്തോളും, അവൾ പോയി വാങ്ങിച്ചോളും, എന്താവശ്യം ഉണ്ടെങ്കിലും.
പിന്നെ ഇത് കൈ പൊടിപ്പിക്കാൻ ഉള്ള മില്ലാണ്. അവിടെ പോയി പൊടിപ്പിച്ചിട്ട് വരുന്ന ദൃശ്യങ്ങളാണിത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പള്ളിക്ക് വിടുകയാണ് ചെയ്തത്. കാരണം ഇന്ന് ദുഃഖവെള്ളി ആയതുകൊണ്ട് കുരിശിൻ്റെ വഴിയുണ്ട്. ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഡാമാണ്. പത്താഴക്കുണ്ട് ഡാം എന്നാണ് പേര്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. പള്ളി പോയ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വന്നതും കിടന്ന് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നടന്നതിൻ്റെ ഒക്കെ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വരാൻ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.